വാർത്ത കൂടി എടുത്ത ശേഷം വരാൻ തോന്നുന്നു. രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അതിലെ തോൽവിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ ഭരണ പ്രതിസന്ധിയാണ്. 6 കോൺഗ്രസ് എംഎൽഎമാർ കൂറുമാറി വോട്ട് ചെയ്തതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ രാകേഷ് വിവരങ്ങൾ നൽകും. രാകേഷ്, എത്രത്തോളം പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ അവിടെ കോൺഗ്രസ് നേരിടുന്നത്? എൽദോ, രാജ്യത്ത് കോൺഗ്രസ് ഭരണത്തിലുള്ളത് 3 സംസ്ഥാനങ്ങളിലാണ്. കർണാടക, തെലങ്കാന, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ്. ഇതിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരണത്തിലുള്ള ഏക സംസ്ഥാനമായ ഹിമാചലിലാണ് ഇപ്പോൾ ഭരണ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എളുപ്പം വിജയിക്കാവുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹിമാചൽ. പക്ഷേ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വി തോൽക്കുകയാണുണ്ടായത്. അതായത് 68 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 40 എംഎൽഎമാരുണ്ട്. ഒരു രാജ്യസഭാ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടത് 35 വോട്ടുകളായിരുന്നു. എന്നാൽ 6 കോൺഗ്രസ് എംഎൽഎമാർ കൂറുമാറി BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഒപ്പം തന്നെ 3 സ്വതന്ത്രരും വോട്ട് ചെയ്തു. ഇതോടുകൂടിയാണ് BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജനും അഭിഷേക് സിംഗ്വിയും തമ്മിൽ തുല്യത പാലിച്ചത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെ ഹർഷ് മഹാജൻ വിജയിക്കുകയായിരുന്നു. ഇതോടുകൂടി സർക്കാരിന് ഭൂരിപക്ഷം ഇല്ല എന്നൊരു വാദവുമായി BJP രംഗത്ത് വന്നു. കാരണം 35 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ 34 എംഎൽഎമാർ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലുള്ളത്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ 6 എംഎൽഎമാരും തട്ടിക്കൊണ്ടുപോയതാണ്. മാത്രമല്ല, ഇവർ ഹരിയാനയിലെ പഞ്ച്കുലയിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു വ്യക്തമാക്കിയത്. ഇതിന്റെ ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു. അതായത് BJP നേതാക്കൾക്കൊപ്പം ഈ 6 എംഎൽഎമാർ ഹരിയാനയിലെ പഞ്ച്കുലയിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. BJP ഏതായാലും സർക്കാരിനെ നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഭൂരിപക്ഷമില്ല എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ ഇപ്പോൾ നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിശ്വാസ പ്രമേയത്തിന് നീക്കം BJP തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്കും സമയം തേടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് BJPയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും കോൺഗ്രസും സർക്കാരിനെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ AICC നേതൃത്വം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും ഹിമാചൽ പ്രദേശിലെ പ്രശ്നപരിഹാരത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇരുവരും ഇന്ന് ഉച്ചയോടുകൂടി ഷിംലയിൽ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 6 എംഎൽഎമാർ പറയുന്നത് മുഖ്യമന്ത്രിയെ മാറ്റാതെ ഒരു ചർച്ചയ്ക്കുമില്ല, മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിൽ യോജിപ്പില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. മാത്രമല്ല 6 പേർ മാത്രമല്ല, കോൺഗ്രസ് എംഎൽഎമാരായി 26 പേർക്ക് സമാനമായ ആവശ്യമുണ്ടെന്നുകൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും DK ശിവകുമാറും ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഉച്ചയോടുകൂടി ഷിംലയിലെത്തും. MLA-മാരെ കാണാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും BJPയുടെ ഇനിയുള്ള നീക്കവും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇനി സ്വാഭാവികമായും കൂടുതൽ MLA-മാരെ കളം മാറ്റാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഏതായാലും നിർണായക നീക്കങ്ങൾ ഹിമാചൽ പ്രദേശിൽ നടക്കുകയാണ്. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു പ്രതിപക്ഷ നേതാവ്. ഒപ്പം തന്നെ ദേശീയ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഇപ്പോൾ ഷിംലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. എൽദോ, ശരി. രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശിൽ അങ്ങനെ കാര്യങ്ങൾ അത് രാഷ്ട്രീയമായി സാഹചര്യത്തിൽ കോൺഗ്രസ് കുറച്ച് പ്രതിസന്ധിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കുമോ, അത് കൃത്യമായി മുതലെടുക്കാൻ BJPക്ക് കഴിയുമോ? വരും സമയങ്ങളിൽ, വരും മണിക്കൂറിലെ നിർണായകമായിട്ടുള്ള രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി അത് നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാലും